ശ്രീ പ്രഞ്ജു, നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൽ ഈ ലഹരിയുടെ ഉപയോഗം എത്രത്തോളം വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളത് യുവാക്കൾക്കിടയിൽ നിന്ന് തുടങ്ങി കൊച്ചു കുട്ടികളിലേക്ക് വരെ സ്കൂൾ തലത്തിലേക്ക് വരെ ഇത് വലിയ രീതിയിൽ വ്യാപിച്ചിരിക്കുകയാണ്. എന്നു മാത്രമല്ല കോടിക്കണക്കിന് രൂപയുടെ ലഹരി കടത്ത് എല്ലായ്പ്പോഴും എക്സൈസ് പിടിക്കുന്നുമുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വിപരീതമായി ഇതിങ്ങനെ യഥേഷ്ടം വന്നുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം എക്സൈസ് പിടികൂടുന്നോ അതിൻ്റെ ഇരട്ടി വീണ്ടും സംസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള ലഹരിയുടെ ഉപയോഗം സംസ്ഥാനത്തെ യുവാക്കൾക്കിടയിൽ എത്തിച്ചേരുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമായി തന്നെ നിലനിൽക്കെ ഈ ഞെട്ടിപ്പിക്കുന്ന കൊലപാതകത്തിന് പിന്നിലും ലഹരിയുടെ ഉപയോഗം ഉണ്ടോ എന്നുള്ളത് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷമേ അതിന് ഔദ്യോഗികമായ ഒരു മറുപടി പറയാൻ കഴിയുകയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ എത്രത്തോളം ഈ യുവാക്കളെ ഇങ്ങനെ വഴിതെറ്റിക്കുന്നതിൽ ലഹരിയുടെ ഉപയോഗമുണ്ട്? അതിലുപരി എന്തുകൊണ്ട് നമുക്ക് ലഹരിയുടെ ഉപയോഗം ഇത്രയധികം ബോധവൽക്കരണവും നിയമ സംവിധാനവും ഒക്കെ ഉണ്ടായിട്ടും തടയാനും കഴിയുന്നില്ല? തീർച്ചയായും അങ്ങ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നാടിന്റെ ഭാവി ഭാസുരമാക്കേണ്ട തലമുറ ഒഴുകുന്ന ചോരയിൽ ആനന്ദം കണ്ടെത്തിക്കൊണ്ട് അതിനിഷ്ഠൂരമായിട്ടുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വെഞ്ഞാറമൂടിലെ സംഭവത്തിന്റെ നിജസ്ഥിതി പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ. പക്ഷെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന കേസുകളുടെ എണ്ണം കേരളത്തിൽ വലിയ രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നാർക്കോട്ടിക് ബ്യൂറോയുടെ ലേറ്റസ്റ്റ് കണക്ക് പ്രകാരം കഴിഞ്ഞ ഒരു വർഷം ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് 1,36,000 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ 47,637 കേസുകളും നമ്മുടെ കൊച്ചു കേരളത്തിലാണെന്നുള്ള വസ്തുത നമ്മളെ ഏവരെയും വളരെയധികം ഞെട്ടിക്കുന്നതാണ്. ലഹരിയുടെ ഉപയോഗം കഴിഞ്ഞ 2000 മുതൽ 2025 കാലഘട്ടം വരെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അത് 300 ഇരട്ടിയായിട്ടാണ് വർദ്ധിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ പല പദ്ധതികൾക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന പല പദ്ധതികൾ യോദ്ധാവുണ്ട്, ചിരി, വിമുക്തി, നേർവഴി, ദിശ, അങ്ങനെ അനവധി പരിപാടിയുണ്ട്. നമ്മുടെ ആദരണീയനായിട്ടുള്ള നമ്മുടെ മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള വിമുക്തി എന്ന് പറയുന്ന പദ്ധതി വലിയ രീതിയിൽ കേരളത്തിൽ വലിയ ബോധവൽക്കരണം ഒക്കെ നടത്തുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ബോധവൽക്കരണം മാത്രമാണ് കേരളത്തിൽ നടക്കുന്ന വസ്തുത കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ടും പരിശോധിക്കേണ്ടതുണ്ട്. കേരളത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഈ ലഹരിക്ക് അടിമപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം രാഷ്ട്രീയം പറയുകയല്ല, ഇടതുപക്ഷ സർക്കാരിന്റെ ഒരു പോളിസി അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ ഒരു ചർച്ചയ്ക്കകത്തും ഒരു പോളിസിയാണല്ലോ ഒരു രാജ്യത്തിന്റെ എങ്ങനെയാണ് ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന്റെ നിയതമായിട്ടുള്ള ഘടനയ്ക്ക് ഏതെങ്കിലും രീതിയിൽ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അത് ഏത് സാമ്പത്തികമായിക്കോട്ടെ, സാമൂഹികമായിക്കോട്ടെ, രാഷ്ട്രീയമായിക്കോട്ടെ അവിടെ ഇടപെടുന്ന സർക്കാരിന്റെ പോളിസി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇടതുപക്ഷ സർക്കാരിന്റെ പോളിസി എപ്പോഴും മദ്യത്തിനും ലഹരിക്കും അനുകൂലമാണ് എന്നുള്ളതാണ് വസ്തുത. ലഹരിക്കെതിരെ വിമുക്തിയുടെ ചെയർമാനായിട്ട് പിണറായി വിജയൻ വലിയ രീതിയിൽ ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾ പറയുമ്പോഴും കേരളത്തിൽ ഇന്നും പ്രവർത്തിക്കുന്ന ബാറുകളുടെ എണ്ണം 800 ചില്ലാനമാണ്. പിണറായി വിജയൻ വരുന്ന സമയത്ത് കൂട്ടിയിട്ട ബാറുകളുടെ എണ്ണം 300 ആണെങ്കിൽ അതിന്റെ 3 ഇരട്ടി ബാറുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നു. ബാറുകൾ തുടങ്ങുന്ന സമയത്ത് അന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. പ്രധാനപ്പെട്ടവർ പറഞ്ഞൊരു കാര്യം അന്ന് ഇങ്ങനെയാണ് ന്യായീകരിച്ചത്, ഇവിടെ ബാറുകളില്ലെങ്കിൽ ഇവിടുത്തെ യുവത്വം വലിയ രീതിയിൽ ലഹരിക്ക് അടിമപ്പെടും, അത് നമുക്ക് വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാവും എന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പൊ നേരെ തിരിച്ചാണ്. മദ്യ ഉപയോഗത്തിന്റെ അളവും കൂടി ലഹരി ഉപയോഗിക്കുന്ന അളവും കൂടി. ഇപ്പൊ നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ അതിർത്തി കടന്നുകൊണ്ടാണ് നമ്മുടെ നാടുകളിലേക്ക് ലഹരി വന്നിരുന്നത്. അതിന് പ്രത്യേകിച്ച് ഇറാൻ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള ആളുകളാണ് വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള ലഹരി, കഞ്ചാവ് അല്ലെങ്കിൽ ആശിഷ് അങ്ങനെയുള്ള ലഹരികൾ അന്യദേശങ്ങളിലേക്ക് കടത്തി വരുമാന മാർഗം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് സർക്കാരിന്റെ ഒരു ഒഫീഷ്യൽ പ്രോഗ്രാം പോലെയാണ് അവർ ചെയ്യുന്നത്. അതിന് നമ്മുടെ ഇന്ത്യൻ അതിർത്തിയാണ് അത് ഉപയോഗിച്ചത്. പക്ഷെ ഇന്ത്യൻ അതിർത്തി നമ്മളെ സുശക്തമായപ്പോൾ അറബിക്കടൽ വഴി പ്രത്യേകിച്ച് കേരള തീരത്തേക്കാണ് അതിന് ഏറ്റവും കൂടുതൽ ശ്രീലങ്ക, കേരളം, ലക്ഷദ്വീപ് നിൽക്കുന്ന അറബിക്കടലിനോട് ചേർന്നുകൊണ്ടാണ് ഈ വലിയ രീതിയിലുള്ള വിപത്ത് കാത്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ നാവികസേന ഏകദേശം 60,000 കോടി രൂപയുടെ ഇത്തരത്തിലുള്ള രാസവസ്തുക്കൾ നശിപ്പിച്ച ഒരു കഥ 6 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അന്നൊന്നും ഇത്രമാത്രം ലഹരിക്ക് അടിമപ്പെടുന്ന ആളുകൾ കേരളത്തിലുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്ന നഗരങ്ങളിൽ ഒന്ന് നമ്മുടെ കൊച്ചിയാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ലഹരി കേസുകളുള്ള സംസ്ഥാനം നമ്മളുടെ കേരളമാണ്. ഇന്ന് ലഹരിക്ക് അടിമപ്പെട്ടുള്ള കുറ്റകൃത്യങ്ങളുടെ എണ്ണം നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സംസ്ഥാനം കേരളമാണ്. അപ്പൊ കൃത്യമായിട്ടുള്ള സിന്തറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ലഹരിയിലേക്ക് കേരളത്തിന്റെ യുവത്വം പോകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം സർക്കാരിന്റെ ഈ എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട പോളിസിയാണ്. ഇപ്പൊ നോക്കൂ, സാധാരണ ഒരു പെറ്റി നമ്മുടെ സാധാരണ ഒരു 2 വീലറിൽ പോകുന്ന ഒരാളെ
പെറ്റിയടിക്കാൻ കേരള പോലീസ് കാണിക്കുന്ന ഒരു ജാഗ്രത അത് നമ്മൾ കണ്ടിട്ടുണ്ട്. കേരളത്തിൽ എത്ര ജാഗ്രതയോട് കൂടിയിട്ടാണ് ഒരു വാഹനത്തിൽ പോകുന്ന ആളെ പെറ്റിയടിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ കേരളത്തിന്റെ എക്സൈസ് ഇത്തരത്തിലുള്ള ഒരു ജാഗ്രതയും ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധ അല്ലെങ്കിൽ സമൂഹത്തിന്റെ നാശത്തിന് കാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് നേരെ ഉണ്ടാകുന്നില്ല. ഇപ്പൊ കേരളത്തിൽ തന്നെ കഴിഞ്ഞ വർഷം കോടതിക്ക് മുമ്പിൽ വന്നിട്ടുള്ള കേസുകളുടെ എണ്ണം എന്ന് പറയുന്നത് 7600, ഒരു വർഷം 7600 കേസുകളുണ്ട്. ആ കേസുകളുടെ ഇന്നത്തെ അവസ്ഥ എന്താ? അപ്പൊ നോക്കൂ, ഏതെങ്കിലും രീതി ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിയെ പിടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവൻ ഏതെങ്കിലും രീതിയിൽ രക്ഷപ്പെടാവുന്ന മാർഗങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുന്നത് ഉദ്യോഗസ്ഥന്മാരാണ്. അല്ലെങ്കിൽ ബാഹ്യമായ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നു. അതിന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഉദാഹരണമാണ് നമ്മുടെ പ്രതിഭ MLA-യുടെ മകന്റെ ലഹരി പിടുത്തവുമായി ബന്ധപ്പെട്ട് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട ഒരു കാര്യമുണ്ട്. അവസാനം പിടിക്കാൻ ചെന്നിട്ടുള്ള എക്സൈസ് കമ്മീഷണറെ സ്ഥലം മാറ്റുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയത്. അപ്പൊ നമുക്ക് ആത്മാർത്ഥമായിട്ട് ലഹരിക്കെതിരെ പോരാടിയ ആ എക്സൈസ് ഉദ്യോഗസ്ഥന്മാർക്ക് പോലും പ്രശ്നം സൃഷ്ടിക്കുന്ന രീതിയിൽ ഇവിടെ മയക്കുമരുന്ന് മാഫിയ വളരെ ശക്തമാണ്. അത് ശക്തമാകാനുള്ള കാരണം നമുക്കറിയാം. ആദ്യമായിട്ട് കേരളത്തിൽ തന്നെ പ്രമാദമായ ലഹരിക്ക് അടിമപ്പെടുന്ന കേസിൽ അകത്തിലായത് അന്തരിച്ച നമ്മുടെ CPM-ന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയാണ്. ബിനീഷിന്റെ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കണം. അദ്ദേഹം നമുക്കറിയാം ലഹരിക്ക് ആവശ്യമായിട്ട് പച്ചക്കറിയുടെ മറവിൽ ലഹരി കടത്തിന് ആവശ്യമായിട്ടുള്ള പണം കൊടുത്തു എന്നുള്ളതിന്റെ പേരിലായിരുന്നു അറസ്റ്റ് ചെയ്തത്. ഇവിടെ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് കാരിയർമാരായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒക്കെ പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പശ്ചാത്തലം SFI അല്ലെങ്കിൽ ഇടതുപക്ഷ പശ്ചാത്തലവുമാണ്. അതോടൊപ്പം തന്നെ നാർക്കോട്ടിക് ജിഹാദ് പോലെയുള്ള വലിയ തീവ്രവാദി സംഘങ്ങൾ കേരളത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉപയോഗിക്കുന്നു. ഇപ്പൊ നാർക്കോട്ടിക് ജിഹാദിനെതിരെ കല്ലറങ്ങാട് അച്ഛൻ പറഞ്ഞപ്പോ അച്ഛനെതിരെ അന്ന് ഉറഞ്ഞു തുള്ളുകയാണ് ഉണ്ടായത് ഈ കേരളത്തിലെ ഒരു രാഷ്ട്രീയക്കാർ. അപ്പൊ കേരളത്തിന്റെ സർക്കാരിന്റെ നിരവധി അനവധി പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിനകത്ത് പോലും പ്രോഗ്രാമുകൾ. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ ലഹരി കടത്തുകാർക്കെതിരെ, ഈ ലഹരി മാഫിയക്കെതിരെ സർക്കാരിന്റെ പോരാട്ടം വളരെ ശുഷ്കവും ശോചനീയവുമാണ്. അത് തന്നെയാണ് ലഹരി ഇത്രയും വ്യാപിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം.